ഹലോ, നമുക്ക് അടുത്ത വൈറൽ ഡിസീസസിൽ തന്നെ നമുക്ക് രണ്ടെണ്ണം കൂടി ചേർക്കാനുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഫൗൾ പോക്സും മാരക്സ് ഡിസീസുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫൗൾ പോക്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ അറിയാം എന്താണ്, ചിക്കൻ പോക്സിൻ്റെ പോലെയുള്ളത് തന്നെയാണ്, പോക്സ് പോലെയുള്ളതാണ്. നമ്മുടെ ചിക്കൻ പോക്സ് എന്തായിരുന്നു, ഇങ്ങനെ കുരുക്കളൊക്കെ വന്നിട്ട് ദേഹത്ത്, അതെല്ലാവർക്കും അറിയാമല്ലോ. അതേപോലെ തന്നെ കോഴികളിലുണ്ടാവുന്ന ആ കുരുക്കൾ പോലെ ഉണ്ടാവുന്നതാണ് ഫൗൾ പോക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരിക്കലും മാറിപ്പോകത്തില്ല. നമ്മുടെ ചിക്കൻ പോക്സ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ കോസേറ്റീവ് ഏജൻറ്റ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫൗൾ പോക്സ് വൈറസ് ആണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് വൈറസ് നോൺ ഇൻ ബേർഡ്സിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വൈറസാണ് ഈ പോക്സ് വൈറസ് എന്ന് പറയുന്നത്. ഇനി സിംറ്റംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പിക്ചേഴ്സ് കാണിച്ചു തരാം കേട്ടോ. നോഡുലാർ പ്രോലിഫറേറ്റീവ് സ്കിൻ ലീഷൻസ് ഇൻ നോൺ ഫെതേർഡ് പാർട്സ് എന്ന് വെച്ചാൽ എന്താണ്, നോഡുലാർ പ്രോലിഫറേറ്റീവ് സ്കിൻ ലീഷൻസ്. നോഡ്യൂൾസ് എന്ന് വെച്ചാൽ എന്താണ്, ചെറിയ ചെറിയ ഇങ്ങനെ കുരുക്കൾ പോലെയുള്ളതാണ്. കുരുക്കൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ചിക്കൻ ബോക്സ് വരുമ്പോൾ ചെറിയ കുരുക്കൾ പോലെ, അതാണ് നോഡുലാർ എന്ന് പറയുന്നത്, നോഡ്യൂൾസ്. നോഡുലാർ പ്രോലിഫറേറ്റീവ് എന്ന് വെച്ചാൽ എല്ലായിടും അവിടെ ഇങ്ങനെ തിക്കി ഇരിക്കുന്നതാണ് പ്രോലിഫറേറ്റീവ് എന്ന് പറയുന്നത്. സ്കിൻ ലീഷൻസ് ഉണ്ടാവും. എവിടെയാണ്? എല്ലായിടവും ഇല്ല, ഈ നോൺ ഫെതേർഡ് പാർട്സ് എന്ന് വെച്ചാൽ എന്താണ്, ഫെദർ ഇല്ലാത്ത പോർഷൻസ്. എവിടേക്കാണ്? ലൈക്ക് ഹെഡ്, നെക്ക്, ഫീറ്റ് ആൻഡ് ലെഗ്സ്. അതായത് തലയിലുണ്ട്, പിന്നെ എവിടെയാണ്, നെക്കിലുണ്ട്, ഫീറ്റ് കാലിലുണ്ട്, ലെഗ്സിലുണ്ട്. പിന്നെ അപ്പോൾ ഇത്രയും പോർഷൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നോഡുലാർ പ്രോലിഫറേറ്റ് ഇങ്ങനെ കുരുരാന്നിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത പുവർ വെയിറ്റ് ഗെയിൻ എന്ന് വെച്ചാൽ എന്താണ്, ബോഡി വെയിറ്റ് കുറയും. ദെൻ പുവർ എഗ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, എഗ് പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, എന്തെങ്കിലും അസുഖം വന്നാൽ മുട്ട പ്രൊഡക്ഷൻ കുറയും. അത് നിങ്ങൾക്ക് എല്ലാത്തിനകത്തും എഴുതി വെക്കാം. അടുത്ത പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, എന്താണ്, നമ്മൾ വൈറസൊക്കെ കണ്ണു അടച്ചിട്ട് എഴുതാം. വാക്സിനേഷൻ പ്രിവെൻറ്റ്സ് ദ ഡിസീസ്. വാക്സിനേഷനാണ് മെയിനായിട്ടുള്ളത്. ദെൻ കൺട്രോൾ ഓഫ് മോസ്കിറ്റോസ് ഈസ് നെസസറി ടു ചെക്ക് ദ സ്പ്രെഡ്. അതായത് മോസ്കിറ്റോസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, കൊതുകൾ, ഇതുവരെ നമ്മൾ പറയാത്തൊരു കാര്യമാണ്. കൊതുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കടിച്ചിട്ട് ഈ അസുഖമുള്ളൊരു കോഴിയെ കടിച്ചിട്ട് മറ്റേ കോഴിയിൽ വന്നിട്ട് കടിക്കും. അപ്പോൾ അതുകൊണ്ട് മോസ്കിറ്റോസിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, ഫൗൾ പോക്സ് എന്ന് പറയുന്നത്. ഫൗൾ പോക്സിൻ്റെ ഏതാണ്? ഫൗൾ പോക്സ് മീൻസ് ഇറ്റ് ഈസ് എ പോക്സ് വൈറസ് ആണ് ഫൗൾ പോക്സ് എന്ന് പറയുന്നത്. പിക്ചർ കണ്ടില്ലേ, ഇതാണ് നോഡുലാർ പ്രോലിഫറേറ്റീവ് സ്കിൻ ലീഷൻസ്. കണ്ടില്ലേ, ഇങ്ങനെ കുരൂരാന്നുള്ളത് എവിടേക്കാണ്? ഹെഡിലുണ്ട്, നെക്കിലുണ്ട്, ഫീറ്റിലുണ്ട്, ലെഗ്സിലുണ്ട്. കണ്ടോ, കാലിലൊക്കെ ഇങ്ങനെ, അതായത് ഫെദർ ഇല്ലാത്ത പാർട്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കുരൂര കാണുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോഡുലാർ പ്രോലിഫറേറ്റീവ് സ്കിൻ ലീഷൻസിനാണ്. ഇത് രണ്ടുമാണ് ഫൗൾ പോക്സ്. ഇത് കണ്ടാൽ തന്നെ വളരെ സിമ്പിളായിട്ട് അറിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ പിക്ചർ ഓർത്തിട്ട് വേണം ഓരോ ഡിസീസ് പഠിക്കാനായിട്ട്. ക്ലിയർ ആയോ? ഫൗൾ പോക്സ് ക്ലിയർ ആയല്ലോ. അടുത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് മാരക്സ് ഡിസീസ് എന്ന് പറയുന്നത്. മാരക്സ് ഡിസീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കാരണം ഇറ്റ് ഈസ് എ ഹൈലി കണ്ടേജിയസ് ഡിസീസാണ്. അതായത് വളരെ പെട്ടെന്ന് പകരുന്ന ഡിസീസാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഹെർപ്പീസ് വൈറസ് ആണ്. ഇതേത് വൈറസാണ്? ഹെർപ്പീസ് വൈറസ് ആണ്. സിംറ്റംസ് ആർ വേഗ്. അതായത് സിംറ്റംസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലിയർ ഇല്ല. സിംറ്റംസ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഉണ്ട് എങ്കിൽ പോലും ക്ലിയർ ആയിട്ട് നമുക്ക് എപ്പോഴും പറയാൻ പറ്റത്തില്ല. അഫക്റ്റഡ് ബേർഡ്സ് ഷോ ഡിപ്രഷൻ ബിഫോർ ഡെത്ത്. അതായത് അഫക്റ്റ് ചെയ്ത ബേർഡ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അത് ചാവുന്നതിന് മുൻപ് ഡിപ്രഷൻ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മെയിൻ സിംറ്റം എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് എ ട്രാൻസിയൻ പാരാലിസിസ് സിൻഡ്രോം. ട്രാൻസിയൻ പാരാലിസിസ് എന്ന് വെച്ചാൽ എന്താണ്, പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പാരാലിസിസ് തളർന്നു പോകുന്നുണ്ട്. വിത്ത് എ ക്യാരക്ടറിസ്റ്റിക് പോസ്റ്റർ ഓഫ് വൺ ലെഗ് ഹെൽഡ് ഫോർവേഡ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു കാല് മുന്നിലോട്ട്, വൺ ലെഗ് ഹെൽഡ് ഫോർവേഡ് ആൻഡ് അതർ ബാക്ക്വേർഡ് ഈസ് ഇൻ. മറ്റേ കാലം എന്താണ്, ബാക്കിലോട്ട് വയ്ക്കുക. അപ്പോൾ ഒരു കാല് മുന്നിലോട്ടും ഒരു കാല് ബാക്കിലോട്ടും ഇരിക്കുന്ന ഒരു പൊസിഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ മാരക്സ് ഡിസീസ്. പിക്ചർ കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. അടുത്ത സിംറ്റം എന്ന് പറയുന്നത് ദർ ഈസ് എൻലാർജ്മെൻറ്റ് ഓഫ് ഫെദർ ഫോളിക്കിൾസിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഫെദറിനകത്ത് ഫോളിക്കിൾസ് ചെറിയ ഇതുണ്ട്, അത് എൻലാർജ് ചെയ്തിട്ടിരിക്കുക. ഫെദർ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ സാധാരണ ഫെദറിൽ ഈ ഫോളിക്കിൾസ് ഉണ്ടെങ്കിൽ പക്ഷേ അത് വലുതായിട്ട് കാണും. എൻലാർജ്മെൻറ്റ് ഓഫ് ഫെദർ ഫോളിക്കിൾസ്. ദെൻ ട്യൂമേഴ്സ് മേ ഡെവലപ്പ് ഇൻ ലിവർ. നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ട്യൂമർ എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെ മുഴകൾ പോലെ ഉണ്ടാവും. ഡെവലപ്പ് ഇൻ ലിവറിനകത്ത് ഉണ്ടാവും. ദെൻ ഗൊണാഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, മെയിലാണെങ്കിൽ ടെസ്റ്റിസ്, മറ്റേ ഫീമെയിലാണെങ്കിൽ ഓവറി. ഗൊണാഡ്. ദെൻ സ്കിൻ, കിഡ്നി, ഐ ആൻഡ് ബേഴ്സ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബൗദ്ധ സീക്കയുടെ മുകളിലായിട്ട് കാണുന്ന ചെറിയൊരു പോർഷനാണ് ബേഴ്സ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ട്യൂമർ കാണും. മനസ്സിലായില്ലേ? ട്യൂമർ മേ ഡെവലപ്പ് ഇൻ ലിവർ, ഗൊണാഡ്, സ്കിൻ, കിഡ്നി, ഐ ആൻഡ് ബേഴ്സ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സിംറ്റം. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്, വാക്സിനേഷൻ എന്ന് പറയാം.
ഇതാണ് കണ്ടില്ലേ, ഇതാണ് മാരക്സ് ഡിസീസ്. നമുക്ക് ടിപ്പിക്കൽ സിംറ്റമാണ്, വളരെ നന്നായിട്ട് മനസ്സിലാക്കാവുന്ന ഈ പടം നമ്മൾ മനസ്സിൽ ഓർത്തിരുന്നാൽ മതി. ഇതിനകത്ത് എന്താണ്, ഒരു പാരാലിസിസ് കണ്ടില്ലേ, കോഴിക്ക് നടക്കാൻ പറ്റാത്തവണ്ണം അവരെന്താണ് തളർന്ന് അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത്. വെറുതെ തളർന്ന് കിടക്കല്ല, തളർന്ന് കിടക്കുന്ന നമ്മൾ നേരത്തെ പഠിച്ചു പാരാലിസിസ്. പക്ഷേ ഇതിനകത്ത് എന്താണ് പ്രത്യേകത, എന്താണ്, വൺ ലെഗ് ഹെൽഡ് ഫോർവേഡ് അല്ലേ, ഒരു ലെഗ് എന്ത് ചെയ്യുന്നുണ്ട് മുന്നിലോട്ടോ, മറ്റേ കാലം എന്താ ചെയ്തേക്കുന്നത് പുറകിലോട്ടോ ആണ് കാണിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ, ഒരു ലെഗ് മുന്നിലോട്ട് ഒരു ലെഗ് ബാക്കിലോട്ട്. ഇതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോസ്റ്റർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പോസ്റ്റ് ഇതിനുണ്ട് കണ്ടോ, ഈ വലതുവശത്തെ പിക്ചേഴ്സ് കണ്ടില്ലേ, ഒരു കാലുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അടുത്തതാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കേ, പോസ്റ്റ്മോർട്ടം ചെയ്തത് കാണുമ്പോഴാണ് എന്താണ് അവിടെ കാണുന്നത്, തെരീസ് എന്താണ് ട്യൂമർ കാണുന്നുണ്ട്. ലിവറാണ് ആദ്യത്തെ ലിവറാണ് കാണിച്ചിരിക്കുന്നത്, ട്യൂമർ. സാധാരണ ലിവറാണ് താഴെ കാണിച്ചിരിക്കുന്നത്. മുകളിലത്തെ ലിവർ കണ്ടല്ലോ, ട്യൂമർ കാണുന്നില്ലേ, ഒരു ചെറിയ വെള്ള പോർഷനായിട്ട് ഇങ്ങനെ തടിച്ച് കാണും. സാധാരണ ലിവർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ലിവർ അറിയാമല്ലോ, കാരണം സാധാരണ ലിവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നോർമലായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ളതാണ് ലിവർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് എന്താ കാണുന്നത്, ഇങ്ങനെ തടിച്ചിട്ടുണ്ടാവുന്നതാണ് ലിവർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ, ഇതാണ് ലിവർ. പിന്നെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ വാക്സിനേഷൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ, ഇതാണ് എന്താണ്, ഒരു കാലം മുന്നിലോട്ട് ഒരു കാലം പിന്നിലോട്ട്, മാരക്സ് ഡിസീസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഫൗൾ പോക്സ് കഴിഞ്ഞു, മാരക്സ് ഡിസീസ് കഴിഞ്ഞു. ഇത്രയും നമ്മുടെ വൈറൽ ഡിസീസ് കഴിഞ്ഞു. വൈറസ് നമ്മൾ 5 പഠിച്ചു. ഏതൊക്കെയാണ്, ന്യൂകാസിൽ ഡിസീസ്, റാണിക്കറ്റ് ഡിസീസ്, ഇൻഫെക്ഷ്യസ് ബേഴ്സ് ഡിസീസ്, ഫൗൾ പോക്സ്, മാരക്സ് ഡിസീസ്, ഏവിയൻ ഇൻഫ്ലുവൻസ ഓർ ഫൗൾ പ്ലേഗ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഏവിയൻ ഇൻഫ്ലുവൻസ എടുത്തു, ഫൗൾ പ്ലേഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും 5 ഡിസീസ് വൈറൽ ഡിസീസും ഇതിലേതെങ്കിലും ചോദിക്കോ, ഒന്നുകിൽ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ എഴുതാനായിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരെണ്ണം പോലും വിട്ട് കളയരുത്. അടുത്ത ഡിസീസാണ് നമുക്ക് ഫംഗൽ ഡിസീസ്. ഒരേ ഒരെണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. ഏതാണ്, അസ്പെർജില്ലോസിസ് എന്ന് പറയുന്നത്. അസ്പെർജില്ലോസിസ് ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എപ്പോഴും ചോദിക്കുന്നതാണ്, ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അസ്പെർജില്ലോസിസ് അല്ലെങ്കിൽ വേറൊരു പേരാണ് ഇതെന്ന് പറയുന്നത് ബ്രൂഡർ ന്യൂമോണിയ. പേരിൽ നിന്ന് തന്നെ അറിയാലോ, ബ്രൂഡർ ന്യൂമോണിയ എന്ന് വെച്ചാൽ എന്താണ്, ലങ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ കോസേറ്റീവ് ഏജൻറ്റിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, അസ്പെർജില്ലസ് ഫ്യൂമിഗേറ്റസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ പേര് വന്നത് അസ്പെർജില്ലോസിസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ, അസ്പെർജില്ലോസിസ് എന്ന് പറയുന്നത് അസ്പെർജില്ലസ് ഫ്യൂമിഗേറ്റസ് എന്നാണ് കോസേറ്റീവ് ഏജൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്മിസിബിൾ. എന്താണ് ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്മിസിബിൾ എന്ന് പറയുന്നത്, എന്താണ്, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല, മറ്റതുപോലെ പകരുന്നേയില്ല. കാരണം ഇത് ഫംഗസാണ്. ബാക്ടീരിയയും വൈറസുമാണ് എന്ത് ചെയ്യുന്നത്, ഒരാളിൽ നിന്ന് വേറൊരു കോഴിയിലോട്ട് പകരുന്നത്. പക്ഷേ ഇത് അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. ബട്ട് അക്യൂർഡ് ബൈ എന്താണ്, ഇൻഹലേഷൻ ഓഫ് സ്പോർ എന്ന് വെച്ചാൽ എന്താണ്, ഈ പിന്നെ ചെറിയ പിന്നെ എന്താ പറയുക, രേണുക്കൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, സ്പോർട്സ് ഉണ്ട്. ദെൻ കണ്ടാമിനേഷൻ ഓഫ് എക്യുപ്മെൻറ്റ് റിസൾട്ട് ഇൻ ഹാച്ചറി ഇൻഫെക്ഷൻ. അതായത് ഹാച്ചറിയിൽ ഇൻഫെക്ഷൻ എന്തുണ്ടെങ്കിൽ എക്യുപ്മെൻറ്റ്സിനകത്ത് കണ്ടാമിനേഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ മലിനമായിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകാതേക്ക് വെക്കുമ്പോഴോ, ഈ പൂപ്പലില്ലേ, അത് തന്നെയാണ് ഫംഗൽ ഡിസീസ് എന്ന് പറയുന്നത്. അങ്ങനെ വന്നാലും എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ ആസ്പെർജില്ലോസിസ് വരും. മനസ്സിലായില്ലേ. അപ്പോൾ ഇതാണ് ഓർഗാനിസം, ഇതാണ് ആസ്പെർജില്ലസ് ഫ്യൂമിഗേറ്റസ്. ഇനി സിംറ്റംസ് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. സിംറ്റംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലേബേർഡ് ബ്രീത്തിങ്. എന്താണ് ലേബേർഡ് ബ്രീത്തിങ് എന്ന് വെച്ചാൽ എന്താണ്, വളരെ ബുദ്ധിമുട്ടോടുകൂടി, അതായത് ഭയങ്കര ശ്വാസ തടസ്സം ഉണ്ടാവുന്നുണ്ട്. സാധാരണ ബ്രീത്തിങ് അറിയാമല്ലോ, സാധാരണ നോർമലി ബ്രീത്തിങ് വെപ്രാളമൊന്നും ഇല്ലാത്ത ഒരു ബ്രീത്തിങ് നമുക്കറിയാം. പക്ഷേ ലേബേർഡ് ബ്രീത്തിങ് എന്ന് വെച്ചാൽ എന്താണ്, ഭയങ്കര വെപ്രാളത്തിൽ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഇതിന് ഗ്യാസ്പിങ്ങും അത് തന്നെ. അതായത് ഇപ്പോൾ നമ്മൾ ശ്വാസം കിട്ടാതെ, ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തരിപ്പിൽ കയറുക എന്നൊക്കെ പറയത്തില്ല, ഇങ്ങനെ വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥ, ഗ്യാസ്പിങ്, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ശ്വാസത്തിൻ്റെ ആ സൗണ്ട് കേൾക്കും. ഗ്യാസ്പിങ് എന്ന് ഇങ്ങനെ വലിവ് പോലെ ഇങ്ങനെ കേൾക്കുന്നതാണ്. ആ ഒരു ടൈപ്പ് ശ്വാസം എടുക്കുന്നതിനാണ് നമ്മൾ ഗ്യാസ്പിങ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് അന്ത്യശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചെടുക്കുന്നതിനാണ് ഗ്യാസ്പിങ് എന്ന് പറയുന്നത്. കാരണം ഇത് ലങ്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ മെയിൻ സിംറ്റം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോഴത്തേന് എന്താ കാണുന്നത്, യെല്ലോ ടു ഗ്രീനിഷ് നോഡ്യൂൾസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ചെറിയ ചെറിയ കുരുക്കൾ പോലെയുള്ളതാണ് നോഡ്യൂൾസ് എന്ന് പറയുന്നത്. യെല്ലോ ടു ഗ്രീനിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മഞ്ഞ ടു പച്ച വരെയുള്ള ഒരു കളർ, ഏകദേശം ഒരു മഞ്ഞയുടെ ഒരു പച്ചയും കൂടി ചേർന്ന ഒരു നോഡ്യൂൾസ് ഇഷ്ടം പോലെയുണ്ട്. ദർ ഇസ് എ സോസർ ഷേപ്ഡ് ലീഷൻസ് ഇൻ ലങ്സ് ആൻഡ് എയർ സാക്സ്. അതായത് ലങ്സിലും എയർ സാക്സിലും എന്താ ചെയ്യുന്നത്, സോസർ ഷേപ്ഡ്. സോസർ എന്ന് വെച്ചാൽ എന്താണ്, സോസറിൻ്റെ പോലെയുള്ള ഷേപ്പ്, അതായത് കപ്പാൻ സോസർ ഇല്ലേ, അപ്പോൾ ആ ഒരു ഷേപ്പിലുള്ള പിന്നെ ലങ്സിലും എയർ സാക്സ് അറിയാലോ, അങ്ങനെ കാണുന്ന യെല്ലോ ടു ഗ്രീനിഷ് നോഡ്യൂൾസ് കാണുന്ന ഒരു സിംറ്റമാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കാണുന്നതാണ് ഈ ആസ്പെർജില്ലോസിസ് എന്ന് പറയുന്നത്.
ഇതിനകത്ത് നോക്കിക്കുക, ആസ്പെർജില്ലോസിസ് എന്ന് പറയുന്നത് ആ കോഴി കണ്ടില്ലേ, കോഴി എന്താ ചെയ്യുന്നത്, ഇതിന് മുകളിലോട്ട് ആയിട്ട് ശ്വാസം എടുക്കുകയാണ്. അവർക്ക് ലേബേർഡ് ബ്രീത്തിങ് ആണ്, വളരെ കഷ്ടപ്പെട്ടിട്ട്. സാധാരണ കോഴികൾ എന്താ അങ്ങനത്തെ ബ്രീത്തിങ് അല്ലല്ലോ, സാധാരണ ശ്വാസം എടുക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ എന്താണ്, ഇവരിങ്ങനെ ലേബേർഡ് ബ്രീത്തിങ്, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്രീത്തിങ് നടക്കുന്നത്. കണ്ടോ, മറ്റതും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് നോഡ്യൂൾസ് കണ്ടില്ലേ, യെല്ലോ ടു ഗ്രീനിഷ് നോഡ്യൂൾസ് കണ്ടോ, ചെറിയ ചെറിയ ഇങ്ങനെ പൊന്തി പൊന്തി ഇരിക്കുന്ന കണ്ടോ. അതെവിടെയാണ്, ലങ്സ് ആൻഡ് എയർ സാക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ലങ്സിനകത്താണ്, ലങ്സാണിത്, എയർ സാക്സ്, മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനെ യെല്ലോ ടു ഗ്രീനിഷ്, ഇതാണ് ലങ്സ്. ലങ്സിൽ കണ്ടില്ലേ ഇഷ്ടംപോലെ എന്ത് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത്, യെല്ലോ ടു ഗ്രീനിഷ് നോഡ്യൂൾസ്. യെല്ലോ ടു ഗ്രീനിഷ് നോഡ്യൂൾസ് ഉണ്ട്. അതായത് സോസർ ഷേപ്ഡ് ലീഷൻസ് ഇഷ്ടംപോലെ കാണുന്നുണ്ട്, സോസർ ഷേപ്ഡ് ലീഷൻസ്, മനസ്സിലായില്ലേ. യെല്ലോ ടു ഗ്രീനിഷ് നോഡ്യൂൾസ് ഇഷ്ടംപോലെ കാണുന്നുണ്ട്. ഇതാണ് യെല്ലോ ടു ഗ്രീനിഷ് ആസ്പെർജില്ലോസിസ്, മനസ്സിലായോ. അപ്പോൾ ഇതാണ് ആസ്പെർജില്ലോസിസ് എന്ന് പറയുന്നത്. ബ്രൂഡർ ന്യൂമോണിയ കോസറ്റീവ് ഏജൻറ്റ് ഏതാണ്, ആസ്പെർജില്ലസ് ഫ്യൂമിഗേറ്റസ് ആണ് കോസറ്റീവ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഞാൻ പറഞ്ഞു, എപ്പോഴും ഇതിനകത്ത് ചോദിക്കുന്നതാണ്. ആസ്പെർജില്ലോസിസിൻ്റെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളാണ്. എന്തൊക്കെയാണ് നോക്കിക്കേ. ഫസ്റ്റ് വൺ, പ്രോപ്പർ സാനിറ്റേഷൻ ഓഫ് ഹാച്ചറി, എഗ് ഹോൾഡിംഗ് റൂം, ഇൻക്യുബേറ്റർ ആൻഡ് ചിക്ക് ഹോൾഡിംഗ് റൂം. എന്ന് വെച്ചാൽ എന്താ, സാനിറ്റേഷൻ. ഇപ്പോൾ നമുക്ക് കോവിഡ് ആയതുകൊണ്ട് എല്ലാവർക്കും സാനിറ്റൈസർ എന്താണെന്ന് അറിയാം അല്ലേ, അണുനാശിനി. അപ്പം നമ്മൾ അണുവിമുക്തമാക്കണം. ഏതൊക്കെയാണ്, ഹാച്ചറി അണുവിമുക്തമാക്കണം, പ്രോപ്പർ സാനിറ്റേഷൻ ഓഫ് ഹാച്ചറി. ദെൻ എഗ് ഹോൾഡിംഗ് റൂം, എഗ് ഹോൾഡിംഗ് റൂം നമ്മൾ അതിനകത്ത് പഠിച്ചതില്ലേ, ഹാച്ചറി ഓപ്പറേഷനകത്ത് എഗ് കൊണ്ടുവയ്ക്കുന്ന റൂം. ഇൻക്യുബേറ്റർ എല്ലാവർക്കും അറിയാലോ. ആൻഡ് ചിക്ക് ഹോൾഡിംഗ് റൂം, അതായത് വിരിഞ്ഞതിന് ശേഷം കുട്ടിയെ കൈകാര്യം ചെയ്യുന്ന റൂമാണ് എന്തെന്ന് പറയുന്നത്, ഹോൾഡ് ചെയ്യുന്ന റൂമാണ്, അല്ലെങ്കിൽ വെച്ചേക്കുന്ന റൂമാണ് ചിക്ക് ഹോൾഡിംഗ് റൂം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നന്നായിട്ട് സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതായത് അണുവിമുക്തമായിരിക്കണം. അതാണ് ആദ്യത്തേത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. പ്രോപ്പർ സാനിറ്റേഷൻ ഓഫ് ഹാച്ചറി, എഗ് ഹോൾഡിംഗ് റൂം, ഇൻക്യുബേറ്റർ ആൻഡ് ചിക്ക് ഹോൾഡിംഗ് റൂം. അടുത്ത നമ്മൾ ശ്രദ്ധിക്കാനെന്തത്, ലിറ്റർ ഷുഡ് ബി ഓൾവേസ് ഡ്രൈ. എന്താണ് ലിറ്റർ, അറിയാലോ, ലിറ്റർ മെറ്റീരിയൽസ് നമ്മൾ തറയിൽ വിരിക്കുന്നതാണ് ലിറ്റർ മെറ്റീരിയൽസ്. ഇതെപ്പോഴും ഡ്രൈ ആയിരിക്കണം. എന്തുകൊണ്ടാണ്, ഉണങ്ങിയിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും, എന്താണ്, സാധാരണ നമ്മളിപ്പോൾ തുണിയൊക്കെ ആയാലും നനഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, പൂപ്പൽ വരും. അതേപോലെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ലിറ്റർ ഡ്രൈ അല്ല എങ്കിൽ എന്ത് സംഭവിക്കും, ഈ പൂപ്പൽ, ഈ ഫംഗസ് അതിനകത്ത് വരികയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫംഗസ് വരുന്നുള്ളത്. ദെൻ ബിൽറ്റപ്പ് ഓർ കേക്ക്ഡ് ലിറ്റർ ഷുഡ് ബി റിമൂവ്ഡ് ടു പ്രിവെൻറ്റ് ഫംഗസ്. അതായത് ബിൽറ്റപ്പ് ഓർ കേക്ക്ഡ് ലിറ്റർ എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കട്ടിക്കിരിക്കുന്ന ഇതുപോലെ കേക്ക്ഡ് ലിറ്റർ എന്ന് വെച്ചാൽ ഈ കേക്ക് പോലെ തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഈ ലിറ്റർ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാഷ്ടവും യൂറിനും വെള്ളവും എല്ലാം കൂടെ ചേർന്നിട്ട്, ഫീഡും വേസ്റ്റ് ഫീഡും ഒക്കെ കൂടി ചേർന്നിട്ട് ഇതിങ്ങനെ ലിറ്റർ എന്താ ചെയ്യുന്നത്, കട്ടിയായിട്ട് മാറും. അപ്പോൾ ആ ലിറ്റർ മെറ്റീരിയൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതെല്ലാം മാറ്റിയിട്ടുണ്ടായിരിക്കണം ഫംഗസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്തത്, ഫ്രഷ് ഫീഡ് ഷുഡ് ബി ഗിവൺ. ഫ്രഷ് ഫീഡ് എന്ന് വെച്ചാൽ എന്താണ്, പുതിയതായിട്ടുള്ള നല്ല ഫീഡാണ് നമുക്ക് കൊടുക്കേണ്ടത്, അതായത് പഴയ ഫീഡ് കൊടുക്കരുത്. ഫീഡ് വേസ്റ്റേജ് ഇൻ ലിറ്റർ ആൻഡ് ഓൾഡ് ഫെഡ് ഇൻ ഫീഡേഴ്സ് ഷുഡ് ബി അവോയ്ഡഡ്. അതായത് ഈ ലിറ്റർ മെറ്റീരിയൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ലിറ്റർ മെറ്റീരിയലിൽ പിന്നെ ഫീഡ് അവിടെ ഇട്ടിരിക്കുകയാണെങ്കിൽ ഇവർ കോഴി എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ് വേസ്റ്റേജ് ഉണ്ടാകും. അതുപോലെ തന്നെ ഓൾഡ് ഫെഡ് ഇൻ ഫീഡേഴ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പഴയ നമ്മൾ കൊടുത്ത ഭക്ഷണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ നേരത്തെ കൊടുത്തതൊക്കെ മാറിയിട്ട് എപ്പോഴും എന്തായിരിക്കണം, ഫ്രഷ് ആയിട്ടുള്ള ഫീഡ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അല്ലാതെ നമ്മളിപ്പോൾ കൊടുത്തതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും വേസ്റ്റിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതെല്ലാം നമ്മൾ മാറ്റിയിട്ട് ഫ്രഷ് ഫീഡാണ് എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ നിന്നിട്ട് പൂപ്പൽ പിടിക്കും. അടുത്ത എന്താണ്, കോപ്പർ സൾഫേറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 1:2000 കോൺസെൻട്രേഷൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ ആസ് എ പ്രിവെൻറ്റീവ് മെഷർ. അതായത് കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മൾ 1:2000 എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഒന്നെടുക്കുകയാണെങ്കിൽ 2000 എന്നുള്ള ലിറ്റർ, 2000 ml, ഒരു ml 2000 ml എന്ന് പറയുന്ന പോലെ ആ കോൺസെൻട്രേഷനിൽ നമ്മൾ കോപ്പർ സൾഫേറ്റ് എടുത്തിട്ട് ഡ്രിങ്കിങ് വാട്ടറിൽ, അതായത് കുടിക്കാനുള്ള വെള്ളത്തിനകത്ത് നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. വെള്ളത്തിനകത്ത് ഇട്ട് കൊടുത്താൽ നമുക്കൊരു പ്രിവെൻഷനായിട്ട്. അല്ലാതെ ഇതിനകത്ത് വാക്സിനേഷനൊന്നുമില്ല. ഇതുവരെ പഠിച്ചു നമ്മൾ ബാക്ടീരിയയും വൈറസും ഒക്കെ നമ്മൾ വാക്സിനേഷൻ പഠിച്ചു. പക്ഷേ ഇതിനകത്ത് വാക്സിനേഷൻ എന്ന് പറയുന്നില്ല, മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനകത്ത് ഈ 4 പോയിൻറ്റ്സും പഠിച്ചാലേ പറ്റുള്ളൂ ആസ്പെർജില്ലോസിസിൻ്റെ. ക്ലിയർ ആയോ? 4 പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചുകൂടാ.